ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? ഇത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായി. ദുബൈയിലൊക്കെ ഒന്ന് കറങ്ങാൻ പോയതാ. കാരണം ചൂട് തുടങ്ങിയതിന് ശേഷം അങ്ങനെ ദുബൈയിലൊന്നും കൂടുതലായി പോയിട്ടില്ല. അപ്പം ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒന്ന് ഇറങ്ങിയതാ. നമ്മൾ ആദ്യം പോയത് സബീൽ പാലസിലേക്കാണ്. അപ്പം സബീൽ പാലസിൻ്റെ കുറച്ച് അടുത്ത് വരെ പോകാൻ പറ്റും. അതിന് ശേഷമായിരിക്കും പ്രവേശനമില്ല. അപ്പോൾ അതിന് ചുറ്റുമുള്ളതാണ് ഈ മയിലുകൾ. ഒരുപാടുണ്ട്. റോഡ് നിറയെ മയിലുകളിങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആദ്യം മയിലുകളെല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മൾ പാലസിൻ്റെ അടുത്തേക്ക് പോയത്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിവിടെയൊക്കെ ലൈറ്റ് ഓൺ ചെയ്യും. നമ്മളിപ്പോൾ നടന്നു പോകുന്ന ആ ഭാഗത്തൊക്കെ പല ഡിസൈനിലായിട്ട് ലൈറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് ഓൺ ആക്കുന്നതിന് മുന്നേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സബീൽ പാലസ് നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബുർജ് ഖലീഫയിലേക്കാണ്. അതിൻ്റെ അടുത്ത് തന്നെ വിങ്സ് ഓഫ് മെക്സിക്കോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു സ്ഥലം, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം അത്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ബുർജ് ഖലീഫ മുഴുവനായിട്ട് കിട്ടും. അപ്പോൾ നമ്മളും അങ്ങനെ അതിനു വേണ്ടി പോയതാ. നല്ല ക്യൂ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ വന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. ബുർജ് ഖലീഫേൻ്റെ താഴെ തന്നെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അവിടെ ഇപ്പം എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ട് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മന്തേ ഓപ്പൺ ആവും. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ബുർജ് ഖലീഫയിൽ വന്നിട്ട് വാട്ടർ ഫൗണ്ടൻ കാണാണ്ട് പോകുന്നത്. കാരണം വരുന്ന സമയത്ത് അങ്ങനെ അന്വേഷിക്കേണ്ടി ഒന്നും വന്നില്ല, ഒന്നും സെർച്ച് ചെയ്തിട്ടൊന്നുമില്ല. എല്ലാ സമയവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നതാ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ഫ്രണ്ടിന് ചർച്ചിൽ പോകാനുണ്ടായിരുന്നു. പിന്നെ അത് ലേറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ അതും കണ്ട്. അത് രാത്രിയാണ് കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗി. അതിൻ്റെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടാകുമ്പോൾ അങ്ങനെ കാണാനാണ് ഭംഗി. നമ്മളവിടെ ഇറങ്ങിയിട്ടില്ല, അതുവഴി പോകുമ്പം കണ്ടതാ. ഇതിൽ കാണുന്നതുണ്ടല്ലോ, അത് മുഴുവൻ അറബിക് ലെറ്റേഴ്സാണ്. അത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ഒരു പോം അവിടെ അവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ അവിടെ നിന്ന് നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി. സബീൽ പാലസിലുള്ളപ്പോഴേ നമ്മൾ വിചാരിച്ചതാണ് ചായ കുടിക്കാൻ ഇറങ്ങണമെന്ന്. അത് നടന്നിട്ടില്ല. വാട്ടർ ഫൗണ്ടനൊക്കെ കണ്ട് അങ്ങനെ പോകാൻ വിചാരിച്ചതാണ്. അതും ഇന്ന് നടന്നിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ, പിന്നെ നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെ പോയി. പരിപ്പ് വടയും സമൂസയും പിന്നെ ചീസ് സമൂസ ഇതുമാണ് വാങ്ങിയത്. നമ്മളവിടെ പോയി ഇരുന്ന് കഴിക്കാൻ നിന്നിട്ടില്ല. നമ്മൾ എപ്പോഴും അങ്ങനെ പോയിരുന്നിട്ട് അവിടെ പോയിരുന്നിട്ട് തന്നെ കഴിക്കുക. ഇപ്രാവശ്യം നമ്മൾ എല്ലാം വാങ്ങിയിട്ട് കാറിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് അവിടുന്ന് കഴിക്കുക ചെയ്തത്. പിന്നെ വേഗം നമുക്ക് ചർച്ചിലേക്കും എത്തണമല്ലോ. അങ്ങനെ ചായ കുടിയും കഴിഞ്ഞ് ഇനി നേരെ ഒന്ന് ചേർച്ചിലേക്ക് പോകണം. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ അധികം പോകുന്നതാണ് ചേർച്ചിലേക്ക്. ഇത് ഷാർജയിലുള്ള ചേർച്ചാണ്. അവരെ എന്തോ നോമ്പിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്, 8 നോമ്പ് അങ്ങനെ എന്തോ പറയുന്നുണ്ട്, എനിക്ക് മറന്നുപോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്താം അല്ലേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.